Dear students, welcome to Learner's World. In this video, I'm going to talk about the genre takes shape except from starings and searchings by William S. Sherman, FAUGP, MDC, B. English, Introducing Travel Narratives, Journey Beyond Borders, second semester at Calcutta University. William H. Sherman is a scholar specialized in early modern literature, book history, and travel writing. His work focused on how books, maps, and written records shaped knowledge during the Renaissance and early modern periods. വില്യം എച്ച് ഷെർമാൻ ഒരു സ്കോളറാണ്, ഒരു പണ്ഡിതനാണ്. അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ആദ്യകാല മോഡേൺ ലിറ്ററേച്ചറിലാണ്. അതായത് തുടക്കത്തിലുള്ള ആധുനിക സാഹിത്യത്തിലാണ്. അതുപോലെ ബുക്കിൻ്റെ ചരിത്രം, ട്രാവൽ റൈറ്റിംഗ്, അതായത് യാത്രകളെ കുറിച്ചിട്ടുള്ള വിവരണം, ഇതിലൊക്കെയാണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഹിസ് വർക്ക് ഫോക്കസ് ഓൺ ഹൗ ബുക്സ്, മാപ്സ് ആൻഡ് റിട്ടൺ റെക്കോർഡ്സ് ഷേപ്ഡ് നോളജ് ഡ്യൂറിങ് ദ റിനൈസൻസ് ആൻഡ് ഏർലി മോഡേൺ പീരിയഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ ഫോക്കസ് ചെയ്യുന്നത് ഏർലി മോഡേൺ പീരിയഡ്സിൽ, റിനൈസൻസ് പീരിയഡ്സിലൊക്കെ എങ്ങനെയാണ് അദ്ദേഹം ബുക്സുകൾ, അതുപോലെ മാപ്പ്, അതുപോലെ എഴുതി വച്ചിട്ടുള്ള റെക്കോർഡ്സ്, ഇതൊക്കെ എങ്ങനെയാണ് നോളജ് ഷേപ്പ് ചെയ്തിരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൂടെ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദ സമ്മറി ഓഫ് ദ ജോൺർ takes shape except from starings and searchings. This chapter from the Cambridge Companion to Travel Writing explains how travel writing developed as a literary genre between 1500 and 1720. അപ്പോൾ ഇതൊരു എക്സെപ്റ്റാണ്. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം, നമുക്ക് പഠിക്കാനുള്ള ഒരു പോർഷൻ മാത്രമാണ്. അതായത് സ്റ്റെയറിങ്സ് ആൻഡ് സെർച്ചിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിലെ ഒരു പാർട്ട് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ ജോൺർ ടേക്സ് ഷേപ്പ് എന്ന് പറയുന്നത് ഇത് കാംബ്രിഡ്ജ് കമ്പാനിയൻ ഓഫ് ടു ട്രാവൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പോർഷനാണ്. ഇവിടെ പറയുന്നത് എങ്ങനെയായിരുന്നു ട്രാവൽ റൈറ്റിംഗ്, അതായത് യാത്രകളെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ എഴുതുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ടായിരുന്നത്, അതൊരു ലിറ്റററി ജോൺർ എന്നുള്ള അതെങ്ങനെയാണ്, അതായത് പോയട്രി, നോവൽ, ഫിക്ഷൻ എന്നുള്ള രൂപത്തിൽ ഓരോ ജോൺറുകൾ വരുന്നുണ്ടല്ലോ, ഓരോ ഇനങ്ങൾ, ഓരോ വിവിധ തരങ്ങളായിട്ടിങ്ങനെ തരംതിരിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ട്രാവൽ റൈറ്റിംഗ് എന്നുള്ളത് ഒരു ജോൺർ ആയതെങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, 1500 എങ്ങനെയായിരുന്നു, പിന്നീട് 1720 ആയപ്പോഴേക്കും എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്തത്, ആ ഒരു ട്രാവൽ റൈറ്റിംഗ് അതെങ്ങനെയാണ് ഒരു ലിറ്റററി ജോൺറ ആയി മാറിയത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു എക്സെപ്റ്റിൽ പറയുന്നത്. This period was crucial because European exploration and expansion led to more people documenting their journeys, which influenced how the world was understood. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് യൂറോപ്യൻ എക്സ്പ്ലോറേഷൻ ഒക്കെ നടക്കുന്നത്. ആളുകൾ അവരുടെ യാത്രകളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. William H. Sherman explores how travel writing developed between 1500 and 1720. അപ്പോൾ ഈ ഒരു പീരീഡിൻ്റെ അകത്ത് എങ്ങനെയാണ് ട്രാവൽ റൈറ്റിംഗ്, യാത്രകളെ കുറിച്ചിട്ട് ആൾക്കാർ എങ്ങനെയാണ് ഡോക്യുമെൻ്റ് ചെയ്തിരുന്നത്, എങ്ങനെയായിരുന്നു അതിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് ആ ഒരു ട്രാവൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പോയട്രി, അതുപോലെ നോവല്, ഡ്രാമ പോലെ ഒരു ലിറ്റററി ജോൺർ ആയി മാറിയത് എങ്ങനെയാണ്, ആ ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. He explains how this type of writing moved from being simple records of journeys to becoming a structured and recognizable literary genre. അപ്പോൾ അദ്ദേഹം പിന്നീട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ തരത്തിലുള്ള എഴുത്തുകൾ, ഈ ഒരു റെക്കോർഡ്സ്, ആദ്യമൊക്കെ ഇത്
ഒരു റിപ്പോർട്ട് മാതിരി ഇങ്ങനെ കണ്ട സ്ഥലങ്ങളെ കുറിച്ചിട്ട് അവർ ഇങ്ങനെ റെക്കോർഡുകളായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ട് ആയിരുന്നു. അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല, അതിനൊരു പെർട്ടിക്കുലർ ടോണോ സ്റ്റൈലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പെർട്ടിക്കുലർ ജോൺർ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ സംഭവിക്കുന്നത്. ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള, ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള ഒരു ലിറ്റററി ജോൺർ ആക്കി മാറ്റിയത് പിന്നീടാണ്. ബിഫോർ 1500 ട്രാവൽ റൈറ്റിംഗ് വാസ് മോസ്റ്റ്ലി റിലീജിയസ്. അതായത് 1500-നൊക്കെ മുമ്പ് ഈ ഒരു എഴുത്തുകൾ യാത്രകൾ ആളുകൾ ജേർണി ചെയ്യും, അവർ കണ്ട സ്ഥലങ്ങളെ കുറിച്ചിട്ടൊക്കെ റെക്കോർഡ് ചെയ്യും. അത് ഒരു റിലീജിയസ് പർപ്പസ് മാത്രമായിരുന്നു പണ്ട് ആ സമയത്തൊക്കെ എന്നാണ് പറയുന്നത്. ട്രാവൽ റിപ്പോർട്ട്സ് ഫോർ ഓഫൺ സ്കാറ്റേർഡ് ആൻഡ് ഇൻഫോർമൽ. അതായത് ആളുകൾ യാത്ര ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട്സ് തയ്യാറാക്കൽ അതൊരു സ്കാറ്റേർഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു, ചിതറിയ രീതിയിലായിരുന്നു. ഒട്ടും റെക്കോർഡഡ് ആയിരുന്നില്ല, അതായത് ഒട്ടും വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. ഒരു ലിറ്റററി ജോൺറായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അത് ഇൻഫോർമലായിരുന്നു, അതായത് ഓരോ ആൾക്കാർ പേഴ്സണലായിട്ട് നടത്തുന്ന ജേർണി, അതിൽ അവർ റെക്കോർഡ് ചെയ്യുന്ന കാര്യം പേഴ്സണൽ റെക്കോർഡ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇറ്റ് കുഡ് നോട്ട് ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ സിംഗിൾ ജോൺർ. അത് നമുക്ക് ഒരിക്കലും ഒരു സിംഗിൾ ജോൺർ, ഒരു ഇനത്തിൽപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. പോയട്രി, നോവൽ, ഡ്രാമ പോലെ ഒരു സിംഗിൾ ജോൺറായിട്ട് നമുക്ക് ഈ ഒരു ട്രാവൽ റൈറ്റിങ്ങിനെ, ഈ ഒരു യാത്രാ വിവരണത്തെ, യാത്രാ എഴുത്തുകളെ നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ദ സ്റ്റൈൽ ആൻഡ് ടോൺ ഓഫ് ടെക്സ്റ്റ് വെരി വൈഡ്ലി ആൻഡ് നോട്ട് ഓർഗനൈസ്ഡ്. അതായത് ഈ ആ ഒരു കാലഘട്ടത്തിലുള്ള ട്രാവൽ റൈറ്റിങ്ങിൻ്റെ ടോണ്, അതുപോലെ അതിൻ്റെ സ്റ്റൈല് ഒക്കെ വളരെയധികം ഡിഫറെൻ്റ് ആയിരുന്നു. ചില ആളുകളൊക്കെ പേഴ്സണലായിട്ട് നടത്തുന്ന യാത്രകളുണ്ടാവും, അവരുടെ പേഴ്സണൽ റെക്കോർഡ്സ് ആയിരിക്കും. അങ്ങനെ ഒരു ഇൻഫോർമൽ തരത്തിലുള്ള ടൈപ്പ് ഓഫ് സ്റ്റൈലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒട്ടും ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ടൈപ്പ് ഓഫ് ലിറ്റററി ജോണറാക്കി മാറ്റാൻ കഴിയുമായിരുന്നില്ല. The end of the 16th century, travel writing was a form of report which combined a chronological narrative of events with geographic observations. 16th centuryൻ്റെ അവസാനത്തിലൊക്കെ ട്രാവൽ റൈറ്റിംഗ്, യാത്രാ എഴുത്തുകൾ എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ട് ആയി മാറി. അത് ക്രൊണോളജിക്കലി ആ ഇവൻസിനെ അവരിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയായിരുന്നു. അതിൻ്റെ ജോഗ്രഫിക് ഒബ്സർവേഷൻസൊക്കെ നടത്തി, ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻസിനൊക്കെ കൊടുത്തിട്ട്. നറേറ്റീവ് വോയിസ് ഇൻ ദിസ് ടെക്സ്റ്റ് കുഡ് ബി എയ്തർ ഫസ്റ്റ് പേഴ്സൺ ഓർ തേർഡ് പേഴ്സൺ. അപ്പോൾ ഈ ഒരു നറേറ്റീവ്സ്, ആ ഒരു പീരീഡിലുള്ള ഒരു റിപ്പോർട്ട് രൂപത്തിലുള്ള നെഗറ്റീവ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് ഒന്നെങ്കിൽ ഫസ്റ്റ് പേഴ്സണിലോ തേർഡ് പേഴ്സണൽ പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ ആയിരുന്നു അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. മാപ്സ് ആർ ലെസ് കോമൺ ബിക്കോസ് ഓഫ് ദേ വർ എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ് ആൻഡ് ദേ വുഡ് ബി ഹാൻഡിൽഡ് ആസ് സ്റ്റേറ്റ് ഓർ ട്രേഡ് സീക്രട്സ്. അന്നത്തെ ആ ഒരു പീരീഡിൽ മാപ്പുകൾ ഉപയോഗിക്കുന്നത് വളരെ കുറവായിരുന്നു, കാരണം അത് കൂടുതൽ എക്സ്പെൻസീവ് ആണെന്നുള്ളൊരു ചിന്തയായിരുന്നു. അതോടൊപ്പം തന്നെ അവരതിനെ ഹാൻഡിൽ ചെയ്തിരുന്നത് ഒരു സ്റ്റേറ്റ് ഓർ ട്രേഡ് സീക്രട്സ് ആയിട്ടായിരുന്നു. പ്രിൻറ്റിങ് ഹെൽപ്ഡ് സ്പ്രെഡ് ട്രാവൽ സ്റ്റോറീസ്. പിന്നീട് പ്രിൻറ്റിങ്ങൊക്കെ വന്നതോടു കൂടിയാണ് ട്രാവൽ സ്റ്റോറീസ്, യാത്രകളുടെ ആ ഒരു കഥകൾ സ്പ്രെഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. By the 17th century, travel writing became more structured and detailed. 17th century ഒക്കെ ആയി കഴിഞ്ഞതോടുകൂടി ട്രാവൽ റൈറ്റിംഗ് കൂടുതൽ സ്ട്രക്ചേർഡായി, ഓർഗനൈസ്ഡായി, നല്ല രീതിയിൽ സ്ട്രക്ചറായിട്ട് എഴുതാൻ തുടങ്ങി. അതുപോലെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്, വിശദമായിട്ട് എഴുതാൻ തുടങ്ങി. By 720, travel writing had become a distinct literary genre. 720 ആയതോടു കൂടിയാണ് ട്രാവൽ റൈറ്റിംഗ്, യാത്രാ എഴുത്തുകൾ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിങ്റ്റീവായിട്ടുള്ള, അതായത് ഒരു പെർട്ടിക്കുലർ ജോൺറായിട്ട്, ലിറ്റററി ജോൺറായിട്ട് മാറിയത് ആ ഒരു പീരീഡിലാണ്. ഒരു കമ്പൈൻഡ് സ്റ്റോറി ടെല്ലിംഗ്, സയൻറ്റിഫിക് ഒബ്സർവേഷൻ ആൻഡ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ്. അപ്പോൾ ഇതിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് രൂപത്തിലും സയൻറ്റിഫിക് ഒബ്സർവേഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു ലിറ്റററി
ജോൺറിൻ്റെ ആ ഒരു തുടക്കം എന്ന് പറയുന്നത്. ദിസ് പീരിയഡ് സെറ്റ് ദ ഫൗണ്ടേഷൻ ഫോർ ദ ഫ്യൂച്ചർ ട്രാവൽ ലിറ്ററേച്ചർ. ഈ ഒരു പീരിയഡാണ് ഭാവിയിലുള്ള ട്രാവൽ യാത്ര സാഹിത്യത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ, ഒരു നാഴികക്കല്ല് എന്ന് പറയുന്നത്. ദ എക്സ്പ്ലൈൻ that the travel writing evolved from scattered reports into a structured and influential genre. അപ്പോൾ ഈ ഒരു എക്സെപ്റ്റ് ദ ജോൺർ ടേക്സ് ഷേപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സെപ്റ്റ് ഇതിൽ പറയുന്നത് ട്രാവൽ റൈറ്റിംഗ് ഒരു ആദ്യ കാലഘട്ടത്തിൽ ഒരു സ്കാറ്റേർഡ് റിപ്പോർട്ട്സ് ആയിരുന്നു, ചിന്നിച്ചിതറിയ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള, ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത, സ്ട്രക്ചേർഡ് അല്ലാത്ത ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട്സ് ആയിരുന്നു. അത് പിന്നീട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻഷ്യൽ ലിറ്റററി ജോൺർ ആയി മാറിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു എക്സെപ്റ്റ് നമ്മളോട് പറയുന്നത്.